Hi all, welcome to SRK class. ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിനെ കുറിച്ചാണ്. എന്താണ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ്? എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. E is equal to n into d phi by dt ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് നമുക്കറിയാം. ബേസിക്കലി രണ്ട് ടൈപ്പ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ആണ് ഉള്ളത്. ഒന്ന് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫും ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ്. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത്. ഒന്നാമത്തത് ഒരു മാഗ്നറ്റിക് ഫീൽഡും, രണ്ടാമത്തത് ഒരു കണ്ടക്ടറും, മൂന്നാമത്തത് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഫീൽഡ് ആൻഡ് കണ്ടക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്നുള്ളത്. According to Faraday's law of electromagnetic induction, an EMF is induced by changing the flux linkages in a coil. It can happen in two ways. EMF is induced either moving the coil and keeping the magnetic field stationary, or moving the magnetic field and keeping the coil stationary. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ, E is equal to n into d phi by dt. ഇതാണ് നമ്മുടെ എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഈ n into phi എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാം, or we can write this is E lambda by dt. ഈ ലാംഡ എന്ന് പറയുന്നത് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇഎംഎഫ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പറഞ്ഞു ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം, ഒരു കണ്ടക്ടർ വേണം, കണ്ടക്ടർ കോയിൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒരെണ്ണം സ്റ്റേഷനറി, ഒരെണ്ണം മൂവിങ് ആണെന്നുണ്ടെങ്കിൽ ആ റിലേറ്റീവ് മോഷൻ കാരണം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടാവും. EMF is induced by changing the flux linking with a coil without moving either coil or magnetic field system. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് മെത്തേഡിലാണ് ഇഎംഎഫ് ഡെവലപ്പ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫും ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫും നമ്മൾ പറയുന്നത്. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിലാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഫീൽഡ് സ്റ്റേഷനറി ആയിരിക്കും, കണ്ടക്ടേഴ്സ് മൂവിങ് ചെയ്യുന്നതായിരിക്കും. തിരിച്ചാണ് ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ്. ഓക്കെ, അപ്പം ഇഎംഎഫ് എങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞു. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്നാണ് നോക്കാം. സോ മൂവിങ് ദ കോയിൽ and keeping the magnetic field stationary, or moving the magnetic field keeping the coil stationary. Dynamically induced EMF ഏത് വേണമെന്നുള്ളത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കണ്ടക്ടർ നമ്മൾ സ്റ്റേഷനറി ആയിട്ട്, കോയിൽ സ്റ്റേഷനറി ആയിരിക്കും, അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് ലിങ്ക് ചെയ്തിരിക്കുന്നതാണ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. അതർവൈസ് വി ക്യാൻ സേ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്ന് നമുക്ക് പറയാം അല്ലെ. സാധാരണ നമുക്ക് ഒരു എന്താണ് മൂവിങ് ദ കോയിൽ കീപ്പിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി. ഓക്കെ, മൂവിങ് ദ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി. അപ്പം ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇതാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി സേ ദാറ്റ് ദിസ് ഈസ് എ സ്റ്റാറ്റിക്കലി induced EMF എന്ന് നമുക്ക് പറയാം. ഓക്കെ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. മോറോവർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ട് DC ജനറേറ്റർ പോലുള്ള ജനറേറ്റർ മോട്ടറിലൊക്കെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF പറയുന്നത് അത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF അവിടെ ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത് സാധാരണ ട്രാൻസ്ഫോമറുകളിലാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF പറയാം. ഇനി ഇപ്പൊ ഈ EMF ഈ രീതിയിൽ ഉണ്ടാവുന്നത് ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് EMF പറയാം. ഓക്കെ, ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്ന് നോക്കാം. അപ്പൊ ഓക്കെ, ഞാനൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കൺസിഡർ എ കണ്ടക്ടർ
കണ്ടക്ടറിന്റെ ലെങ്ത് ഞാൻ L എന്ന് എടുക്കുകയാണ്. ഹാവിങ് എ യൂണിഫോം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B. ഓക്കെ, ഇപ്പൊ L ലെങ്ത് ഉള്ള കണ്ടക്ടർ, B മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ള ഒരു മാഗ്നറ്റിക് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അത് dx ഡിസ്റ്റൻസിലോട്ട് മൂവ് ചെയ്തു. അതായത് മറ്റേ ഇനിഷ്യലി ഇവിടെ ആയിരുന്നു, മൂവ് ചെയ്ത വെലോസിറ്റിയാണ് V, അത് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇത്രയും പോർഷനാണ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അറ്റ് ഡിസ്റ്റൻസ് dx എന്ന് നമുക്ക് പറയാം. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ ദി ഏരിയ സെറ്റ് ബൈ ദ കണ്ടക്ടർ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു dx. ഓക്കെ, L ഇൻറ്റു dx. ഏരിയ സെറ്റ് ബൈ ദ കണ്ടക്ടർ വിൽ ബി L ഇൻറ്റു dx. Then flux cut by the conductor will be, അപ്പോൾ നമുക്കറിയാം B is equal to 5/A എന്നുള്ള ഇക്വേഷൻ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ ഏരിയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് B ഇൻറ്റു A നമുക്ക് എഴുതാം. സോ B ഇൻറ്റു A എന്ന് പറയുന്നത് നമുക്കറിയാം L ഇൻറ്റു dx. സോ B ഇൻറ്റു L dx നമ്മൾ എഴുതും. ഇനി പാരഡൈസ് ലോ അനുസരിച്ച് E is equal to d∅dt. Okay, according to Faraday's law of electromagnetic induction, EMF induced EMF is equal to E is equal to d∅dt, where flux is equal to B into L dx, so BL dx by dt. ഇനി BL dx by dt എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോത്തിങ് ബട്ട് E is equal to BLV എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പൊ dx by dt എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് dx by dt എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് വെലോസിറ്റി. ആ വെലോസിറ്റിയാണ് നമ്മൾ B ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡൈനാമിക്കലി ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി BLV എന്ന് നമുക്ക് കിട്ടി. പക്ഷെ ഈ കണ്ടക്ടർ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് മൂവ് ചെയ്യുന്നത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഈ കണ്ടക്ടർ തീറ്റ ആംഗിളിലാണ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നു എങ്കിൽ ആ തീറ്റയും കൂടെ വരും അല്ലെ. ആ തീറ്റ ആ കമ്പോണന്റ് നമ്മൾ അതിനെ ഈ V എന്ന് പറയുന്ന വെലോസിറ്റി മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമ്മൾ അതിന്റെ റിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു കമ്പോണന്റ് സൈൻ തീറ്റ കോസ് തീറ്റ വരും അല്ലെ. അപ്പോൾ നമുക്ക് കണ്ടക്ടർ മൂവ്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഇൻ ദ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്താ dt സെക്കൻഡ്സിൽ ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത് dx. ഈ ഫിഗർ ക്ലിയർ ആണ് അല്ലെ. dt സെക്കൻഡ്സിൽ dx ഡിസ്റ്റൻസ് ആയിരിക്കും അത് കവർ ചെയ്യുന്നത്. സോ the component of distance perpendicular to the magnetic field is nothing but dx sin theta. Okay, dx sin theta. So area set by the conductor A is equal to L into dx sin theta. നേരത്തെ പറഞ്ഞു L into dx sin theta എന്ന് നമുക്ക് എഴുതാം. ഫ്ലക്സ് കട്ട് ബൈ ദ കണ്ടക്ടർ. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തത് തന്നെയാണ്. നേരത്തെ നമ്മൾ എന്താ ഈ മൂവ് ചെയ്ത ആംഗിൾ നമുക്ക് കൺസിഡർ ചെയ്യാതിരുന്നതുകൊണ്ട് നമുക്ക് BLV എന്ന് നമുക്ക് കിട്ടി ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് തീറ്റ ഡിഗ്രിയിലാണ് ഇത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം d∅ is BA, so BL dx sin theta എന്ന് കിട്ടി. അപ്പൊ നേരത്തെ പറഞ്ഞ Faraday's law E is equal to d∅ by dt, ഫൈക്ക് പകരം BLx sin theta എന്ന് എഴുതി. ഇപ്പൊ dx by dt നമുക്ക് എന്താ V എന്ന് നമുക്ക് എഴുതാം. അപ്പം ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് BLV sin theta. E is equal to BLV sin theta. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് BLV sin theta. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് മാക്സിമം കിട്ടുന്നത് എപ്പോഴായിരിക്കും? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ തീറ്റ ആയിക്കോട്ടെ. അപ്പം എന്താണ് ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് മാക്സിമം കിട്ടുന്നത് എപ്പോഴും കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം കിട്ടുന്നത്. മിനിമം കിട്ടുന്നത് എന്താ? ഇൻ ദ ഡയറക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എലോങ് ആണ് എങ്കിൽ തീറ്റ 0 ആയിരിക്കും. അപ്പം ഇൻഡ്യൂസ്ഡ് EMF 0 ആയിരിക്കും. മാക്സിമം കിട്ടുന്നത് when it is moved at a perpendicular to the direction of flow. Clear? അപ്പൊ ഇതാണ് ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് EMF നെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി അടുത്തത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പം EMF induced in a coil, but both the coil and magnetic field system are stationary, but the magnetic flux linking with the coil changes is called the statically induced EMF. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഓർക്കുക, നമ്മുടെ കോയില് സ്റ്റേഷൻ അല്ല, അതായത് കോയിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, DC ജനറേറ്റർ. അപ്പം സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിലൊക്കെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFിന്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ കണ്ടക്ടർ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും. കണ്ടക്ടർ സ്റ്റേഷനറിയും
അവിടെ ഫ്ലക്സ് ലിങ്ക് ചെയ്തിരിക്കുന്നതാണ് വേരി ചെയ്യുന്നത്. അതാണ് ഫ്ലക്സ് ടൈം വേരിയിങ് എന്നൊക്കെ പറയുന്നത്. For statically induced EMF case, the EMF induced in a coil when both the coil and magnetic system are stationary, but the magnetic flux linking with the coil changes is called statically induced EMF. Two types of statically induced EMF are there. One is called as self-induced EMF and second one is mutually induced EMF. അപ്പോൾ ഒരു കോയിലിൽ മാത്രം ഉണ്ടാകുന്ന EMF നമുക്ക് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം. അത് തന്നെ നമുക്ക് രണ്ട് കോയിൽസിലാണ് ഉണ്ടാവുന്നതെങ്കിൽ, ഒരു കോയിലിന്റെ എഫക്റ്റാണ് വേറെ കോയിലിൽ ഉണ്ടാവുന്നതെങ്കിൽ അതിന് നമുക്ക് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് നമുക്ക് പറയാം. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ് നോക്കാം. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF is the EMF induced in a coil due to its own changing flux linked with it. അപ്പൊ അതായത് നമുക്കൊരു സപ്പോസ് ഒരു മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ ഫ്ലക്സ് ലിങ്ക് ചെയ്തിരിക്കും. ഇവിടത്തെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് കാരണം അവിടെ ഉണ്ടാവുന്ന EMFനെയാണ് എന്ത് പറയുന്നത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ പറയുന്നത്. അതായത് ഒരു കോയിലിൽ കറണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കാരണം ഒരു കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്നു. അത് കാരണം എന്തോ ആ കോയിലിൽ ഫ്ലക്സ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ചേഞ്ച് ചെയ്യുന്നു, റിസൾട്ടിങ് ഒരു EMF ഉണ്ടാവുന്നു. ആ EMFനെ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പോ ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഇപ്പോൾ ഉണ്ടാവുന്നു. നമുക്കറിയാം ലെൻസസ് ലോ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് അറിയാം E is equal to Faraday's law പഠിച്ചിട്ടുണ്ടായിരുന്നു. Faraday's law എന്ന് പറയുന്നത് E is equal to N into d∅dt എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇതാണ് Faraday's law. If it is minus N into d∅dt ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ലെൻസസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ലെൻസസ് ലോ അനുസരിച്ച് ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് is to oppose the any change in flux. അതായത് it is opposite to the flux producing to it. ഇവിടെ ഉണ്ടായ ഫ്ലക്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഉണ്ടാവുന്ന EMF നമ്മൾ കൗണ്ടർ EMF അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ നമുക്ക് പറയാം. അതായത് ഒരു കോയിലില് എന്തെങ്കിലും കറണ്ടോ ഫ്ലക്സോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി, കോയിലിന്റെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ടൻസ് എന്നുള്ള പറയുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന EMF നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്നും പറയാറുണ്ട്. ക്ലിയർ? അപ്പൊ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഞാൻ പറഞ്ഞത്, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് ഇറ്റ് പ്രൊഡ്യൂസിംഗ് ഇറ്റ്. Rate of change of flux depends upon the rate of change of current. ഫ്ലക്സ് മാറുന്നതനുസരിച്ച് അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും കറണ്ട് ചേഞ്ച് ആവുന്നത്. അതായത് E is proportional to di/dt, that is E is equal to L into di/dt എന്ന് നമുക്ക് എഴുതാം. So where L is the self inductance of the coil. ക്ലിയർ? അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. സപ്പോസ് നമ്മളൊരു മാഗ്നറ്റിൽ നമുക്കൊരു കോയിൽ കൺസിഡർ ചെയ്യാം. സപ്പോസ് ഇഫ് യു ആർ കൺസിഡറിങ് ഒരു മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇതിൽ ഞാനൊരു കോയിൽ കൺസിഡർ ചെയ്യുന്നു. ഈ കോയിൽ റെസിസ്റ്റൻസ് വഴിയാണ് കൊടുക്കുന്നത് വിചാരിക്കുക. ഒരു സപ്ലൈ വോൾട്ടേജ് ഞാൻ കൊടുക്കുന്നു, വേരിയിങ് വോൾട്ടേജ് V. അപ്പോൾ ഒരു EMF ഉണ്ടാവുന്ന, ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് ചേഞ്ച് കൊണ്ടുണ്ടാവുന്നതായിരിക്കും. സോ ഒരു കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നത് കാരണം അവിടുത്തെ കറണ്ട് വേരി ചെയ്യുന്നു. കറണ്ട് വേരി ചെയ്യുന്നത് കാരണം അവിടെ ഫ്ലക്സ് വേരി ചെയ്യുന്നു. ഫ്ലക്സ് വേരി ചെയ്യുന്നത് കാരണം അതൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു. അപ്പോൾ എന്തുമാത്രം ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. അപ്പോൾ E is proportional to di/dt എന്ന് പറയുന്നത് E is equal to L into di/dt, where L is the self inductance of the coil എന്ന് നമുക്ക് പറയാം. ഇനി ഒരു കോയിലിന്റെ സെൽഫ് ഇൻഡക്ടൻസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്, അതായത് E എന്ന് പറയുന്നത് നമുക്കറിയാം ലെൻസസ് ലോ അനുസരിച്ച് E is equal to minus N into d∅dt എന്ന് നമുക്ക് എഴുതാം. E is equal to minus N into d∅dt. ഇതിനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ പറയാം. ദിസ് ഇസ് നത്തിങ് ബട്ട് ലെൻസസ് ലോ അനുസരിച്ച് എഴുതിയിരിക്കുകയാണ്. ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് E is equal to N into d∅dt. ഒരു കോയിൽ N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക, കറണ്ട് I ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ മൈനസ് d/dt ഓഫ് N into ∅ എന്ന് നമുക്ക് എഴുതാം.
അപ്പൊ n into phi എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, ദിസ് ഈസ് എ ഫ്ലക്സ് ലിങ്കേജ്. n phi എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഈ റേറ്റ് ഓഫ് ഫ്ലക്സ് ലിങ്കേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും കറണ്ട് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. റൈറ്റ്, ഇതിൽ കറണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? d by dt of I. di by dt നമുക്ക് എഴുതാം. n phi is proportional to I. അപ്പൊ ഈ ഒരു കോൺസ്റ്റന്റ് മാറ്റുന്നതാണ് മൈനസ് L into di by dt. E is equal to minus L into di by dt, where L is the self inductance of the coil. Okay, അപ്പൊ ഈ L നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദ കോയിൽ എന്ന് നമ്മൾ പറയുന്നത്. സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദ പർട്ടിക്കുലർ കോയിൽ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടിരിക്കാം? L is equal to minus E divided by di by dt എന്ന് നമുക്ക് എഴുതാം. L is equal to E by di by dt. അപ്പൊ ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ്. ഓക്കെ, അപ്പൊ 1 ഹെൻറി ക്യാൻ ബി ഡിഫൈൻഡ്. അപ്പൊ ഹെൻറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹെൻറി ഈസ് ദ ഇൻഡക്ടൻസ് ഓഫ് ദ കോയിൽ ഇൻ വിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഓഫ് 1 ആംപിയർ induces an EMF of 1 volt എന്നത്. ഓക്കെ, അപ്പൊ ഇൻഡക്ടൻസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെൻറി ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. അപ്പോ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് ഇപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനും എന്താണ്? രണ്ടും ഇൻഡ്യൂസ്ഡ് EMFനാണ് ഇക്വേഷൻ ചെയ്തിരിക്കുന്നത്. അത് കാരണം ഞാൻ രണ്ട് ഇക്വേഷൻ കൂടെ കമ്പൈൻ ചെയ്യാം. n is minus n dfi by dt is equal to minus L into di by dt. സോ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ദിസ് ബിക്കംസ് n phi will be equal to L into I എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ L is equal to n phi by I എന്ന് ഒരു ഇക്വേഷൻ. അപ്പൊ ഇൻഡക്ടൻസിന്റെ സെൽഫ് ഇൻഡക്ടൻസിന്റെ ഒരു ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എന്താണ്? n phi by I എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാം. എന്താണ്? സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ കോയിൽ. ഓക്കെ, സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ കോയിൽ is the flux linkage per ampere. Flux linkage per ampere. Self inductance of coil is the flux linkages per ampere. ഇതാണ് ഒരു സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് കോയിലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. L is equal to n phi by I. Clear? Now അടുത്തത് നമുക്ക് രണ്ടാമത്തെ ടൈപ്പ്, അതായത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താ? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് രണ്ട് കോയിൽസ് ഉണ്ട്, ഒരു മാഗ്നറ്റ് രണ്ട് കോയിൽസ് ഉണ്ട്. ഫസ്റ്റ് കോയിൽ N1 ടേൺസും സെക്കൻഡ് കോയിൽ N2 നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോയിലിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, അവിടെ റെസിസ്റ്റൻസ് വേരി ഉണ്ട്. അപ്പൊ ഈ അപ്ലൈഡ് വോൾട്ടേജ് വേരി ചെയ്യുന്നത് കാരണം അവിടെ എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത ഫ്ലക്സ് കാരണം സെക്കൻഡ് കോയിലിൽ there will be another change in flux ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ then it is called mutually induced EMF എന്ന് പറയാം അല്ലെ. Mutually induced EMF is the EMF induced in a coil due to the change of flux produced by another coil linking with it. അപ്പൊ ബി എന്ന് പറയുന്ന കോയിൽ, ഇതാണ് നമ്മുടെ ബി എന്നുള്ള കോയിൽ. ഈ ബി എന്നുള്ള കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു കാരണം എയിലെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ബിയിലെ ഇത് മാറുകയാണെന്നുണ്ടെങ്കിൽ then it is called as mutually induced. അതാണ് പറയുന്നത് mutually induced EMF is the EMF induced in a coil due to the change of flux produced by another coil. വേറൊരു കോയിൽ കാരണം ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് നമുക്ക് പറയാം. ഇനി ഈ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കാം. അതായത് രണ്ട് കോയിൽസ് ഉണ്ടായിരുന്നു, രണ്ട് കോയിൽസിന് നമുക്ക് ഇക്വേഷൻസ് നമുക്കറിയാം. എന്താണ്? E1 E2 അങ്ങനെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ലെൻസസ് ലോ അനുസരിച്ച് as per Lenz's law E2 is equal to minus n into d phi by dt. So minus n2 into d phi by dt രണ്ടാമത്തെ കോയിൽ എന്ന് പറയുന്നത്. ഈ d phi by dt എന്ന് പറയുന്നത് എന്താണ്? d phi by dt is proportional to di by dt. അത് നമുക്കറിയാം. d phi by dt is proportional to di by dt എന്ന് നമുക്കറിയാം. അപ്പൊ that is proportional to di1 by dt. ഓക്കെ, E2 ആയതുകൊണ്ട് ഞാൻ proportional to di1 by dt. ഇപ്പൊ സപ്പോസ് E1 ആണ് എഴുതുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം? d phi by dt is proportional to di2 by dt നമുക്ക് എഴുതാം. അപ്പോ നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് എന്ത് എഴുതാം? E2 can be written as E2 is equal to minus n2 into d phi by dt. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്, ഞാൻ ഇതിന് ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കുന്നു.
രണ്ടാമത്തെ ഇക്വേഷൻ ഇതിനെ എന്ത് ചെയ്തു, ഈ N2 മാറ്റിയിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ ആക്കുന്നു വിത്ത് റെസ്പെക്ട് ടു I1/. അപ്പൊ d∅dt പകരമായിട്ട് ഞാൻ മാറ്റി എഴുതാണ് di1/dt. അതായത് m ആണ് m into di1/dt എന്ന് നമ്മൾ എഴുതി. അപ്പോ ഇഫ് യു ആർ കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻ, ഫസ്റ്റ് സെക്കൻഡും കൂടെ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ഇഫ് യു ആർ കമ്പയറിംഗ് ഇക്വേഷൻ 1 and 2, 1 ഉം 2 കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം -N2 d∅dt is equal to -m into di1/dt നമുക്ക് എഴുതാം. അപ്പോ ഇതിൽ നമുക്ക് എഴുതാം, നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ N2∅ is equal to m into I1 എന്ന് എഴുതാം. So from this equation m is equal to N2∅ divided by I1 എന്ന് എഴുതാം. m is equal to N2∅ by I1. അതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ m equal to N2∅ by I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് എന്തും എഴുതാം. അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, ഫസ്റ്റ് കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിന് കാരണം സെക്കൻഡ് കോയിലിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF, or m can be written as N1∅ divided by I2. ഇതും എന്താണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ തന്നെ, N1∅ by I2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ m എന്ന് പറയുന്നതാണ് എന്തോ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, which is called as മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ദ ടു കോയിൽസ് എന്ന് നമുക്ക് പറയാം. ഇനി ഈ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഹെൻറി തന്നെയാണ്. സെൽഫ് ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് പോലെ തന്നെയാണ് ഇതിന്റെയും യൂണിറ്റ് വരുന്നത്. ഓക്കെ, സോ ബൈ ദിസ് അപ്പൊ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF എന്താണ്, എങ്ങനെ ഉണ്ടാകുന്നതെന്നും, രണ്ട് ടൈപ്പ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFിന്റെ എക്സ്പ്രഷൻ നോക്കി, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFിന് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്നുള്ളത് നോക്കി നമ്മൾ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്ന് നോക്കി. സോ രണ്ട് കോയിൽസ് വരുമ്പോഴാണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF വരുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, താങ്ക് യു.